ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ മാസം 8-ാം തീയതിയോടെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും കേരളത്തിലേക്ക് തിരിക്കും. കേസിന്റെ നടപടിക്രമങ്ങൾ 7-ാം തീയതിയോടെ പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, 2 കന്യാസ്ത്രീകളും നാട്ടിലേക്ക് മടങ്ങുന്നു. കഴിഞ്ഞ ദിവസം പ്രീതി സിസ്റ്ററുടെ സഹോദരൻ പ്രതികരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, കന്യാസ്ത്രീകൾക്ക് അവിടെ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രവർത്തന മേഖല ഛത്തീസ്ഗഡിൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള സൂചനയും നൽകിയിരുന്നു. ആ രൂപത്തിലേക്കാണോ കന്യാസ്ത്രീകളുടെ തീരുമാനം വരിക? സ്മൃതിയും 9 ദിവസത്തെ കാരാഗ്രഹവാസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയത്. ജാമ്യ വ്യവസ്ഥയിൽ ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടേക്കും യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല. നിലവിൽ ഈ കന്യാസ്ത്രീകൾ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഛത്തീസ്ഗഡിലെ തന്നെ അവരുടെ കോൺവെന്റിലാണ് ഉള്ളത്. കുടുംബാംഗങ്ങൾ അവരുടെ സുപ്പീരിയറുമായി സംസാരിച്ചിരുന്നു. നാട്ടിലേക്ക് എത്തുക, മാതാപിതാക്കൾക്ക് അവരെ കാണണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഈ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി 6-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ 7-ാം തീയതിയോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. അങ്ങനെയെങ്കിൽ 8-ാം തീയതിയോ 8-ാം തീയതിക്ക് ശേഷമോ കേരളത്തിലേക്ക് പോവുക എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അതാണ് കുടുംബാംഗങ്ങളും ഈ സന്യാസ സഭയുടെ സുപ്പീരിയറും ഇപ്പോൾ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത്. അതായത് അതേസമയം മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നേരിടുന്നതടക്കമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് അവർ മുതിരുന്നില്ല. ഛത്തീസ്ഗഡിലെ കോൺവെന്റിൽ തന്നെയാണ് അവർ ഇപ്പോൾ ഉള്ളത്. ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ പിന്നീട് യാത്ര ചെയ്യാൻ കഴിയും. കുടുംബാംഗങ്ങളെ സന്ദർശിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങുന്നതിനുള്ള തീരുമാനമുള്ളത്. അതേസമയം അവരുടെ ശുശ്രൂഷ ദൗത്യങ്ങൾ എവിടെ വേണം, എങ്ങോട്ടേക്ക് അവരെ നിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ സന്യാസ സഭ തന്നെ തീരുമാനമെടുക്കും എന്നാണ് കുടുംബം ഇപ്പോൾ അറിയിക്കുന്നത്. അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ നാട്ടിലേക്കുള്ള പോക്കിനെ സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ അവരുടെ സഭയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഈ 6-ാം തീയതി സ്റ്റേഷനിലേക്ക് പോകേണ്ടതുണ്ട്, അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം, അത് 2 ദിവസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതിനുശേഷം കേരളത്തിലേക്ക് എത്തും. തുടർന്ന് അവരെ എവിടെ നിയോഗിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ സഭയാകും തീരുമാനമെടുക്കുക. കേസിന്റെ തുടർ നടപടികളും മറ്റുമുണ്ട്. അതുകൊണ്ട് ഛത്തീസ്ഗഡിലേക്ക് തന്നെ അവർ തിരികെ പോകും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അതല്ല, കേരളത്തിൽ തന്നെ അവരുടെ സന്യാസ സഭയുടെ പ്രവർത്തനങ്ങൾ സജീവമായുണ്ട്. അങ്ങനെ നിയോഗിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴേതായാലും തീരുമാനമില്ല. അവർക്ക് യാത്ര ചെയ്യുന്നതിന് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ലാത്തതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ സാധ്യവുമാണ്. അത്തരം പ്രതിസന്ധികളില്ല. അതേസമയം കേസിന്റെ മുന്നോട്ട് പോക്കുണ്ട്. അതോടൊക്കെയുള്ള കാര്യങ്ങളിൽ പിന്നീട് തീരുമാനമെടുക്കും എന്നാണ് സഭാ നേതൃത്വം അറിയിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. 7-ാം തീയതി കോടതി നടപടികൾക്ക് ശേഷം 2 കന്യാസ്ത്രീകളും ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്.